തിരുവനന്തപുരം നഗരസഭയുടെ മേൽനോട്ടത്തിലുള്ള കുളം അപകടാവസ്ഥയിൽ. അരിശുമൂട് ഭാഗത്തെ കുളം കാരണം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജനങ്ങൾ. വാർഡ് കൗൺസിലറുടെ ഓഫീസിന് തൊട്ടു മുന്നിലായിട്ട് പോലും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന വഴി. അപകടാവസ്ഥയിലുള്ള കുളം കാരണം അരിശുമൂട് പ്രദേശവാസികൾ ഭീതിയിലാണ്. കുളത്തിനുറപ്പുള്ള അടിത്തറയില്ല. ചുറ്റുമതിലുകളാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞതും. ശക്തമായ ഒരു മഴയോ കാറ്റോ മതി മതിലുകൾ മുഴുവനായും ഇടിഞ്ഞൊരു അപകടം സംഭവിക്കാൻ. ഇത് എന്തും കുട്ടികൾക്കൊക്കെ വരാനുള്ള ശിശുക്ഷേമ കേന്ദ്രമൊക്കെയാണ് അതിനകത്ത്, പ്രാഥമിക ആരോഗ്യം. അവിടെ എന്തെങ്കിലും സംഭവിക്കുക, ഈ മഴ തുടങ്ങണല്ലേ ഉള്ളൂ. മഴ വലുതായി വരുന്ന സമയത്ത് ഇതെന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. ഓടകളിൽ നിന്നും കുത്തിയൊലിക്കുന്ന വെള്ളമാണ് മതിലിടിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം വാർഡ് കൗൺസിലറുടെ തൊട്ടുമുമ്പിലാണ് ഈ കാഴ്ച. എന്നിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട്. തൊട്ടുമുകളിലാണ് നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലിൻ്റെ ഓഫീസ്, തൊട്ടുമുകളിലാണ്. നിരന്തരം നമ്മുടെ കൗൺസിലർ ഇതുവഴി വരുന്നതാണ്. അപ്പോൾ ഈ പണമെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് നാട്ടുകാർക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധവുമായിട്ട് ജനങ്ങൾ കൂട്ടായ്മയായിട്ട് പുറത്തു വരുന്നുണ്ട്. കുളത്തിന്റെ പുനർനവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ വേണ്ട ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വാർഡ് കൗൺസിലറുടെ കൺമുമ്പിലൂടെയാണ് ഈ കുളം നശിച്ചു പോകുന്നത്. മഴക്കാലമാണ്, നടപ്പാതകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഈ വഴി യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.